മിക്ക ഗർഭിണികൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ്. മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ തടിച്ചു വരുന്ന ഒരു അവസ്ഥയാണിത്. പ്രഗ്നൻസിയിൽ ഇത് കൂടുതലായിട്ട് കാണാനുള്ള കാരണം വലുതായി വരുന്ന യൂട്രസ് പെൽവിസിലെ വെയിൻസിന് മേലെ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതും അതുപോലെ പ്രഗ്നൻസി ഹോർമോൺസ് കാരണം വരുന്ന കോൺസ്റ്റിപ്പേഷനുമാണ്. ഇത് കൂടാതെ പ്രഗ്നൻസിയിൽ എക്സസൈസ് കുറയുന്നതും കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നതും ഒക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സിംറ്റം മോഷൻ പാസ് ചെയ്തതിനു ശേഷമുള്ള ബ്ലീഡിംഗ് ആണ്. ഇത് കൂടാതെ മലദ്വാരത്തിന് ചുറ്റും തടിപ്പായിട്ട് അനുഭവപ്പെടാം, അതുപോലെ ചൊറിച്ചിലോ വേദനയോ ഉണ്ടാവാം. ഇനി പ്രഗ്നൻസിയിൽ പൈൽസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നാരടങ്ങിയ ആഹാരം ധാരാളമായിട്ട് കഴിക്കാം, 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം എല്ലാ ദിവസവും കുടിക്കാം, അതുപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഒരുപാട് നേരം നിൽക്കുന്നത് ഒഴിവാക്കുക. ഇതൊക്കെയാണ്. ഇനി പ്രഗ്നൻസിയിൽ പൈൽസ് വന്നാൽ എന്ത് ചെയ്യണം? യൂഷ്വലി നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇതിൽ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം, അതുപോലെ ലോക്കലി അപ്ലൈ ചെയ്യാനുള്ള ക്രീംസ് ഉണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ യൂസ് ചെയ്യാം. അതുപോലെ സിറ്റ്സ് ബാത്ത്, അതായത് ചെറു ചൂട് വെള്ളത്തിൽ ആന്റിസെപ്റ്റിക് ലോഷനോ ഉപ്പോ ഇട്ട് അതിലിരിക്കുന്നതും ആ ഭാഗത്ത് നീരും വേദനയും കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും.